അസ്സാം വലൈക്കും വറഹമത്തുള്ള. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എൻ്റെ വൈഫ് കുറേ നാളായി പറയുന്നു പാസ്ത ഉണ്ടാക്കണം എന്ന്. അപ്പോൾ സാധാരണ പാസ്ത ഉണ്ടാക്കൽ ബട്ടറെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാസ്ത ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നത് ഗീ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വാ. അപ്പോൾ ഗൈസ്, നമ്മൾ മക്രൂണി ചൂടാക്കാനുള്ള വെള്ളം വെക്കുകയാണ്. ഇതിലേക്ക് മക്രൂണി ഇടും. ഈ വെള്ളം തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്കൊരു മസാല കൂട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ചട്ടി വെക്കാൻ പോവാണ്. നമ്മളെ പാസ്ത ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗീ ആണ്. സാധാരണ ബട്ടറിൽ ഇട്ടിട്ടാണ് നമ്മൾ പാസ്ത ഉണ്ടാക്കൽ. ഇനി നമുക്ക് നല്ല അടിപൊളി ഗീ ഇട്ടിട്ട് പാസ്ത ഉണ്ടാക്കാം. ഗീ നേരെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കൂടുതൽ തന്നെ ഇട്ടാൽ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. അപ്പോഴേക്കും നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ മക്രൂണി ഇട്ട് കൊടുക്കണം. ചൂടാക്കുമ്പോൾ ആദ്യം ഉപ്പിടണം ഇതിലേക്ക്. എന്നാൽ അതിൻ്റെ ഉപ്പൊക്കെ മക്രൂണിയിൽ പിടിക്കും നല്ല പാകം. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ മക്രൂണി അപ്പുറം ഇവരെ ഒട്ടിപ്പിടിക്കില്ല, വേറെ ആയിട്ട് ഇങ്ങനെ വെക്കും. നമ്മളെ മക്രൂണി വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മക്രൂണി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇളക്കി കൊടുക്കുക. മക്രൂണി നല്ലോണം തിളക്കുന്നുണ്ട്, നല്ല വേവാണ്. ഒന്ന് പൊന്തിച്ചാണിച്ച മക്രൂണി. ഓക്കെ. ചൂടായ നെയ്യിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ല മൈദ ഇതിൻ്റെ നെയ്യിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചി പേസ്റ്റ് ഇട്ടതിന് ശേഷം മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. നോക്കി അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ല പോലെ ഇളക്കണം, നല്ലപോലെ മിക്സ് ചെയ്യാം. കുറഞ്ഞൊരു കളറായിട്ടുണ്ട് ഇഞ്ചിയും കൂടിയപ്പോൾ. നല്ല പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ ആയി മാറും. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പുറം കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ മൈദ കണ്ടെന്ന് അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. തീയലൊന്നും ലോ ഫ്ലെയിമിലാക്കുക, അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്കിടാനുള്ള ചീസ് ക്രീം ഇത് അമ്മയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അയ്യോ, ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഞങ്ങൾ മക്രോണി ഈ സാധനത്തിലേക്ക് മിക്സ് ആക്കാനുണ്ട്. മിക്സാക്കി കൊടുക്കുക നല്ല പോലെ. ഇനിയാണ് നമ്മളെ സ്പെഷ്യൽ റെഡി ആകാൻ പോകുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം സാധനം. സെറ്റല്ലേ? മക്രോണിലേക്ക് വേറൊരു ചീസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതാണ് ചീസ്. മിക്സാക്കി കൊടുക്കുക. ആ ചീസെല്ലാം നല്ല ബ്ലെൻഡാണ്. അപ്പോൾ നമ്മളെ ഹെൽത്തി പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. മാഷാ അല്ലാഹ്, പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതാണ് പാസ്ത. ഇങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്.